പണ്ടൊരിക്കൽ വായിച്ച ഒരു സംഭവമാണ്. ഒരു കത്തോലിക്ക വിശ്വാസിയും ഒരു പെന്തക്കോസ്ത വിശ്വാസിയും തമ്മിൽ വാഗ്വാദം നടക്കുകയാണ്. പെന്തക്കോസ്ത വിശ്വാസി പറയുന്നത് ദിവ്യകാരുണ്യത്തിൽ ഈശോ ഇല്ല. കത്തോലിക്ക വിശ്വാസി ഉറപ്പിച്ച് പറയുന്നു ദിവ്യകാരുണ്യത്തിൽ ഈശോയുണ്ട്. ഇവരുടെ തമ്മിലെ വാഗ്വാദം കൂടിക്കൂടി വരുന്നു. ഒടുവിൽ കത്തോലിക്ക വിശ്വാസി ചോദിച്ചു, എന്തുറപ്പിലാണ് നീ പറയുന്നത് ദിവ്യകാരുണ്യത്തിൽ ഈശോ ഇല്ല എന്ന്? അപ്പോൾ പെന്തക്കോസ്ത വിശ്വാസി പറഞ്ഞു, വലിയ ഉറപ്പൊന്നും എനിക്കതിൻ്റെ പേരിലില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, നിങ്ങൾ ദിവ്യകാരുണ്യത്തിൽ ഈശോയുണ്ട് എന്ന് പറയുന്നു, ഞങ്ങളില്ല എന്ന് പറയുന്നു. ഒരു പക്ഷേ ഞങ്ങളാണ് ദിവ്യകാരുണ്യത്തിൽ ഈശോയുണ്ട് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ആ ദിവ്യകാരുണ്യത്തെ താണു വണങ്ങി ആരാധിച്ച് ഒരു നിമിഷം പോലും ആ ദിവ്യകാരുണ്യത്തിൽ അകന്നു പോകാതെ എപ്പോഴും ശരണപ്പെട്ട് നിൽക്കുമായിരുന്നു. ദേവാലയത്തിനുള്ളിൽ ദിവ്യകാരുണ്യത്തിൽ ഈശോയുണ്ടെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ ആ ദേവാലയത്തെ വളരെ പവിത്രതയോടെ കാണുമായിരുന്നു. ചിലപ്പോഴെങ്കിലും നിങ്ങൾ ദേവാലയത്തിനുള്ളിൽ ചെയ്യുന്ന ചില ഒച്ചപ്പാടുകളും ബഹളവും പ്രശ്നങ്ങളെ കാണുമ്പോൾ അതിൽ ഈശോയുണ്ടോ എന്ന് എനിക്ക് തന്നെ സംശയം തോന്നിയിട്ടുണ്ട്. ആ ഉറപ്പിലാണ് പറയുന്നത് ദിവ്യകാരുണ്യത്തിൽ ഈശോയില്ല. ഇത് കത്തോലിക്ക വിശ്വാസത്തിലായിരിക്കുന്ന നമുക്കെല്ലാവരും ഓർമ്മിപ്പിക്കേണ്ട ഒരു ചിന്തയാണ്. ചില സമയങ്ങളിലെങ്കിലും ദേവാലയത്തിനുള്ളിൽ നമ്മുടെ വാക്കുകളും സംസാരവും ചിന്തകളും പ്രവൃത്തികളെ കണ്ടാൽ ആ ദേവാലയത്തിനുള്ളിലെ ദിവ്യകാരുണ്യത്തിൽ ഈശോയുണ്ടെന്ന് എന്തുറപ്പാണ് നമുക്കുള്ളത്? ഈ ഉറപ്പോടുകൂടിയ എല്ലാ കത്തോലിക്കരും ക്രൈസ്തവ വിശ്വാസമുള്ളവരും ജീവിക്കാവെന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. കാര്യം 5 അപ്പമാണ് ഇന്ന് യേശുവിൻ്റെ കയ്യിൽ കൊടുക്കപ്പെട്ടത്. ഈ 5 അപ്പം കൊണ്ട് എന്താകാൻ എന്നെല്ലാവരും ചിന്തിക്കുന്നിടത്ത് ക്രിസ്തുവിൻ്റെ കരങ്ങളിലെ 5 അപ്പം കിട്ടിയപ്പോൾ ആ 5 അപ്പം 5000 പേർക്ക് വിശപ്പ് മാറ്റുന്നതായി. അപ്പത്തിന് മാറ്റം സംഭവിച്ചു. ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ ആ അപ്പം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്താൽ അപ്പത്തിന് മാറ്റം സംഭവിക്കുന്ന ഉറച്ച വിശ്വാസം അത് ചെറിയ വിശ്വാസമല്ല. അതാണ് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. അതാണ് ഓരോ ദിവ്യബലിയും സംഭവിക്കുന്നത്. പുരോഹിതൻ തൻ്റെ കരങ്ങളിൽ ദിവ്യകാരുണ്യം എടുത്ത് ഉയർത്തി കൃതജ്ഞതാ സ്തോത്രം ചെയ്യുമ്പോൾ അത് പരിശുദ്ധ കുർബാനയായി മാറുന്നു. ഈ ഉറപ്പിലാണ് നമ്മളെല്ലാവരുടെയും വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. അങ്ങനെയാണെങ്കിൽ 5 അപ്പം 5000 പേർക്കായി വിഭജിച്ച ഈ അത്ഭുതം പഠിപ്പിക്കുന്ന പാഠം എന്താണ്? ചെറിയ ചില പാഠങ്ങളേ ഉള്ളൂ. 1, ഇനിയൊരു സാധ്യതയില്ല എന്ന് മനുഷ്യർ ചിന്തിക്കുന്നിടത്ത് ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് എന്തു തന്നെ എത്തിയാലും അതിൽ നിന്ന് അത്ഭുതങ്ങൾ സംഭവിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇനി എന്ത് ചെയ്യുമെന്ന് ചിന്തിക്കുന്നിടത്ത് ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ വേദനകളും സങ്കടങ്ങളും നമ്മൾ തന്നെയും എത്തിക്കപ്പെട്ടാൽ ആ കരങ്ങളിൽ നിന്ന് നമ്മളെല്ലാവരും ഉയർത്തപ്പെടും. വലിയ അത്ഭുതങ്ങൾ, കണ്ണുകൊണ്ടും ചിന്തയ്ക്കും അപ്പുറമുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തികൾ കാണാൻ സാധിക്കും. രണ്ടാമതായിട്ട്, പ്രശ്നങ്ങൾ മനുഷ്യരോട് ചോദിക്കാതിരിക്കുക. പരസ്പരമാണ് അവർ ഡിസ്കസ് ചെയ്തത്. ഇവിടെ ഒന്നും കഴിക്കാനില്ലല്ലോ, ഇവരെല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് വിടാം. ഇങ്ങനെ പരസ്പരം സംസാരിച്ചിടത്ത് ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ സൊല്യൂഷൻ ഉണ്ടായിരുന്നു. നമ്മളൊക്കെ പരസ്പരം മനുഷ്യരോട് സങ്കടം പറഞ്ഞ്, മനുഷ്യരോട് വേദന പറഞ്ഞ്, മനുഷ്യരോട് കലഹിച്ചൊക്കെ നിൽക്കുന്നിടത്ത് എന്തെങ്കിലും നമ്മുടെ സങ്കടങ്ങളൊക്കെ ദൈവത്തോട് പറഞ്ഞിട്ടുണ്ടോ? വെറുതെ പോയി പറഞ്ഞതിനെക്കുറിച്ചല്ല പറയുന്നത്. ദൈവവുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ? ഇന്ന് ശിഷ്യന്മാർ ഡിസ്കസ് ചെയ്തതാണ്. അവരുടെ പരിമിതിയെക്കുറിച്ച് സംസാരിച്ചിടത്ത് ദൈവം സാധ്യതയെക്കുറിച്ച് സംസാരിച്ചു. അതുകൊണ്ട് അവിടെ അത്ഭുതം സംഭവിച്ചു. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ഡിസ്കഷൻ ആകുന്നുണ്ടോ? ദൈവത്തിന് പറയാനുള്ള കേൾക്കാനും നമുക്ക് പറയാനുള്ള ഇടമാകുന്നുണ്ടോ? അങ്ങനൊരു ക്ഷണം ഇന്നത്തെ ഗോസ്പൽ നൽകുന്നുണ്ട്. മൂന്നാമതായിട്ട്, പരിമിതികളെക്കുറിച്ച് മാത്രം പറയാതിരിക്കുക. എല്ലാവരും അവിടെ പറഞ്ഞത് ഇല്ലായ്മയെക്കുറിച്ചാണ്. ക്രിസ്തു അവിടെ ഉള്ളതിനെക്കുറിച്ചാണ് സംസാരിച്ചത്. നമ്മൾ ഈ ഇല്ലായ്മയെക്കുറിച്ച് ചിന്തിച്ച് ഇല്ലായ്മയെക്കുറിച്ച് ഓർത്തിരിക്കുന്നിടത്ത് സാധ്യതകളെക്കുറിച്ചും എന്തെങ്കിലുമൊക്കെ ഉള്ളതിനെക്കുറിച്ചുമാണ് ദൈവം ചിന്തിക്കുന്നത്. മനുഷ്യൻ ദൈവത്തോളം ഉയരണമെന്നൊരു ഓർമ്മപ്പെടുത്തൽ ഇന്നത്തെ ഗോസ്പൽ നൽകുന്നുണ്ട്. ചുറ്റുമുള്ള മനുഷ്യരിലേക്കൊന്ന് കണ്ണോടിച്ച് നോക്കിയാൽ നമുക്കുള്ളതിനെക്കുറിച്ച് നമുക്കൊരു വ്യക്തത ഉണ്ടാകും. നമുക്കുള്ളതിനെക്കുറിച്ച് വ്യക്തത ഉണ്ടാകുന്നിടത്ത് നമ്മൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ ആ ഉള്ളതിനെ കൂടി ഏൽപ്പിക്കുമ്പോൾ ഇരട്ടിയും അതിനിരട്ടിയുമാകുന്ന അത്ഭുതങ്ങൾ കാണാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു ഇന്നത്തെ സുവിശേഷ ഭാഗം നമുക്ക് എല്ലാവർക്കും ഒരു ഓർമ്മപ്പെടുത്തലാണ്. ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് എന്തെത്തിയാലും അത് ദിവ്യകാരുണ്യമായി മാറുമെന്നുള്ള ഓർമ്മപ്പെടുത്തലുണ്ടാകുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതം അത്രത്തോളം ശ്രേഷ്ഠമാകില്ല എന്നാണോ? ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.